വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് വകുപ്പ് ഇക്കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വർക്കുകൾക്കും കുട്ടികളെ ഉപയോഗിക്കുന്നത് ശരിയായ നടപടിയല്ല. വിദ്യാഭ്യാസ അവകാശങ്ങൾക്കല്ലാതെ കുട്ടികളെ മറ്റ് ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പഠനാവകാശ ലംഘനമാണ്. വിദ്യാർത്ഥികളുടെ പഠനം തടസ്സപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിലവിൽ നല്ല സഹകരണമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ. നിലവിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തീവ്ര പരിശോധനയുടെ ഭാഗമായി ബൂത്ത് ലെവൽ ഓഫീസർമാരായി നിയോഗിച്ച വിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം 5623 പേരാണ്. അപ്പോൾ ഇതിന് പകരം ഗസ്റ്റ് ലെക്ചർമാരെയും അതുപോലെ അധ്യാപകരല്ലാത്തവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയൊക്കെ തന്നെ ഡെയിലി ബേസിൽ എടുത്തിരിക്കുകയാണ്. കാരണം ടീച്ചർമാരില്ലാതെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേറെ മാർഗമില്ലല്ലോ. ഇതിൽ 2938 അധ്യാപകരും 2104 അനധ്യാപകരും 581 മറ്റു ജീവനക്കാരും ഉൾപ്പെടുത്തുകയാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറേറ്റ് ഇന്നിപ്പോൾ കുറച്ച് സമയത്തിന് മുമ്പ് ഫോൺ സംസാരിച്ചു. അത് അങ്ങനെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ സമയത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്കൂളുകളിലെല്ലാം തന്നെ പ്രത്യേക ഹബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു 8 ഓഫീസേഴ്സ് ഇരുന്നിട്ട് അവിടെ വോട്ടർമാർക്ക് വന്നിട്ട് ഈ ഫോം ഫിൽ ചെയ്യുന്ന ഉൾപ്പെടെയും സ്കാനിങ് ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനം സ്കൂളുകൾക്കകത്ത് സ്കൂൾ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് അക്കാര്യത്തിലൊന്നും നമ്മൾ നിസ്സഹകരണം ഉള്ള നിലപാട് സ്വീകരിക്കുന്നില്ല. നമ്മളത് അധ്യാപകരെ കൊടുക്കുന്നുണ്ട്, നോൺ ടീച്ചേഴ്സിനെ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കണക്കല്ല. പക്ഷെ കുട്ടികളെ 10 ദിവസം ക്ലാസ്സിൽ പോകാൻ അനുവദിക്കാതെ അവരെ ഇത്തരം ജോലികൾക്ക് ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ആരാൻ്റെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? അത് കുട്ടികൾക്ക് ചുമതല കൊടുക്കുന്നവർ ആ ഉത്തരവാദിത്തം വഹിക്കേണ്ടി വരും. കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെ നമുക്ക് വിവരമെന്നാണല്ലോ കിട്ടുന്നത്. ഇന്ന് കിട്ടിയ ശേഷം വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇല്ല ആയിരുന്നു. ഇന്ന് രക്ഷകർത്താക്കളുടെ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. തന്നെ രക്ഷകർത്താക്കളെ വിളിച്ചു, സ്കൂൾ അധികാരികൾ വിളിച്ചു, ചുമതലയുള്ള ടീച്ചർമാർ വിളിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണിത് പരസ്യമായി ആരെങ്കിലും ചോദിച്ചാൽ പറയാമെന്ന് തീരുമാനിച്ചത്. എൻ്റെ ശ്രദ്ധയിൽപ്പെടാണ് പെടുന്നത്. ഈ കളക്ടറോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ അല്പസമയത്തിനകം കളക്ടർ ഇക്കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്നതാണ് അറിയിപ്പ് ലഭിച്ചത്. മണ്ഡലത്തിലൂടെ ആ റോഡിൽ കൂടെ പോകണം. ഞാനിവിടെ ഈ വാർത്താ സമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. DGക്ക് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. DG എന്താണ് അല്ല ഈ സംസ്ഥാനത്താകെ നമ്മുടെ ബാധിക്കുന്ന വിഷയമാണല്ലോ കുട്ടികളെ.